what's left is right. Chasing stars and holding you. I can't see the end, but we'll see it through. പ്രിയ സുഹൃത്തുക്കളെ, എൻ്റെ പ്രിയ സുഹൃത്തുക്കളായ രാജ് കലേഷും മാത്തുക്കുട്ടിയും അതുപോലെ തന്നെ ഇന്നത്തെ WMFൻ്റെ ഗ്ലോബൽ പ്രസിഡൻറ്റുമായ പൗലോസ് ഏട്ടൻ എന്ന് ഞാൻ വിളിക്കുന്ന പൗലോസ് തേപ്പാല, ഞങ്ങൾ 3 പേരും ചേർന്നായിരുന്നു ഇന്നത്തെ യാത്ര. നമ്മളൊരു പള്ളി കാണാൻ പോവാണ്. ഇവിടുത്തെ പഴക്കം ചെന്നൊരു പള്ളിയാണ്. ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അത് ജോൺസൺ മാഷ് പറഞ്ഞു. ഹോളി ഫാമിലി ഈജിപ്തിൽ വിസിറ്റ് ചെയ്ത സമയത്ത് താമസിച്ചിരുന്ന ഒരു സ്ഥലമാണ് ഇത്. സെയിൻറ്റ് ജോസഫും മദർ മേരിയും ഇൻഫാന്റ് ജീസസും അവരിവിടെ ഈജിപ്തിൻ്റെ പല ഭാഗത്തും അവർ താമസിച്ചിട്ടുണ്ട് കുറേ കാലം. അപ്പോൾ അതിൽ ഒരു സ്ഥലമാണ് ശരിക്കും ഒരു പുണ്യ നഗരമായിട്ട് കണക്കാക്കാൻ ഒരു കാരണം ഇതാണ്. അതെ അതെ. ഞങ്ങളുടെ WMFൻ്റെ അതായത് വേൾഡ് മലയാളി ഫെഡറേഷൻ്റെ ആഫ്രിക്കയിലെ കോർഡിനേറ്റർ മിസ്റ്റർ ജോൺസൺ ആണ് ഞങ്ങളെ ഇങ്ങോട്ടേക്ക് നയിച്ചത്. ഇത് എല്ലാ 3 വിഭാഗക്കാർക്കും 3 റിലിജിയനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ക്രിസ്ത്യൻസിനും ജൂസിനും അതുപോലെ തന്നെ മുസ്ലിംസിനും. ഹോളി ഫാമിലി യേശുവായിട്ട് വന്ന് താമസിച്ചത് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ പള്ളിയുടെ താഴ്ഭാഗത്താണ്. ഈജിപ്തിൻ്റെ പല ഭാഗങ്ങളിലും അവർ താമസിച്ചിട്ടുണ്ട്. അവർ താമസിച്ച ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഇത് ഹോളി ഫാമിലി ഈജിപ്തിലേക്ക് വന്ന വഴിയുടെ ഒരു റൂട്ട് മാപ്പാണ്. ഈ അൾത്താരയുടെ താഴ്ഭാഗത്താണ് ഉണ്ണിയേശുവിനെയും കൊണ്ടുവന്ന് അവർ താമസിച്ചിരുന്നത്. ഈ അൾത്താരയുടെ തൊട്ടടുത്ത് ഹോളി ഫാമിലി വെള്ളം കുടിച്ച കിണറാണ്. ഈ കിണർ ഇപ്പോഴും സംരക്ഷിക്കുന്നു. ഹോളി ഫാമിലി താമസിച്ചിരുന്ന ആ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഹോളി ഫാമിലി ഉണ്ണിയേശുവായിട്ട് വന്ന് താമസിച്ച സ്ഥലമാണ്. ഈ താഴെ കാണുന്ന പാറ കണ്ടോ, ഇവിടെയാണ് അവർ താമസിച്ചിരുന്നത്. അതിൻ്റെ മുകളിലാണ് ഈ പള്ളിയുടെ അൾത്താര. ഞങ്ങൾ മുകളിലേക്ക്, അതായത് പള്ളിയുടെ അൾത്താരയിലേക്ക് നടന്നു കയറി. ഇതാ സെന്റ് ജോർജ് പുണ്യാളന്റെ പള്ളി. അദ്ദേഹത്തേക്ക് ബന്ധിച്ചിരുന്ന ചങ്ങല നമ്മൾ ചിത്രങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്. ആ ഒറിജിനലായിട്ടുള്ള ആ ചങ്ങലകളാണ്, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചങ്ങലകളാണ്. അത് കൃത്യമായിട്ട് അവിടെ എഴുതി വെച്ചിട്ടുമുണ്ട്. ഇത് ഇതേപോലെ തന്നെ ഒരു പഴയ ചർച്ചാണ്. ഈ ചർച്ചിൻ്റെ പ്രത്യേകത ഹാങ്ങിങ് ചർച്ച് എന്നതിന് പറയാം. അതിന് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിഭാഗം മുഴുവനും ഇത് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് തൂണുമ്പഴാണ്. അടിഭാഗം മുഴുവൻ ട്രഞ്ചുകളാണ്. ഈ ബാബിലോണിയൻസ് ബർബറിയൻസ് അവരുടെ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇത് ചുറ്റും ട്രഞ്ചാണ്. ഇത്രയും ഡെപ്തിൽ കണ്ടാൽ ഇനി ഇതിൽ വെള്ളം ആയി കഴിഞ്ഞാൽ ഈ അറ്റത്തോടെ നോക്കിയാൽ കാണാൻ പറ്റും. ടിപ്പു സുൽത്താൻ്റെ കോട്ടകളൊക്കെ ചുറ്റും ഇതേപോലെ തന്നെ അത് ശത്രുക്കൾ ആക്രമിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്.
നമസ്കാരം. നമ്മൾ അലക്സാൻഡ്രിയയിലെ ഒരു മ്യൂസിയം കാണാൻ വന്നിരിക്കുകയാണ്. ഇതെല്ലാം കല്ലറകളാണ്. പണ്ട് മമ്മികളെ സൂക്ഷിച്ചു വച്ചിരുന്ന കല്ലറകളാണ്. മമ്മി കേസിൽ സൂക്ഷിച്ചിട്ട് ഡെഡ് ബോഡി മമ്മി ആക്കിയിട്ട് അതിനകത്ത് ആവശ്യമുള്ള സാധനങ്ങൾ, സുഗന്ധ ലേപനങ്ങൾ ഉൾപ്പെടെ, കഴിക്കാനുള്ള സാധനങ്ങൾ ഉൾപ്പെടെ, കേടാവാത്ത തേൻ ഉൾപ്പെടെ, വൈൻ ഉൾപ്പെടെ അതിനകത്ത് സൂക്ഷിച്ചിരുന്നു. വലിയ കൂറ്റൻ കല്ലുകൾ, ആ കല്ലുകളിൽ ഡിസൈനുകൾ കൊത്തി വച്ചിരിക്കുകയാണ്. ഇവിടെ ഒരു കിണറുണ്ട്. ഈ കിണറിനകത്ത് എന്താണെന്ന് നോക്കാം. ഈ കിണറാണ് എൻ്റെ പൊന്നെ. ട്രഡീഷണൽ ആയിട്ട് ശീലിച്ചു വരുന്നൊരു കാര്യമുണ്ട്. ഈ കയറ് കെട്ടിയിട്ട് മരിച്ച മൃതദേഹങ്ങളെ താഴേക്ക് കല്ലറയിലേക്ക് ഇറക്കി വെക്കുക എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അങ്ങനെ മൃതദേഹങ്ങൾ സംസ്കരിച്ചിരുന്ന ഒരു കിണർ കൂടിയാണിത്. ഇത് 1900-ലാണ് ഈ കിണറുകൾ കണ്ടെടുത്തത്. പല സമയത്തും ഈ പ്രളയത്തിന്റെ സമയത്തോ അല്ലെങ്കിൽ വെള്ളം കയറിയിട്ടൊക്കെ ആയിട്ട് ഈ കിണർ നശിച്ചു പോയിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ അതിന്റെ പുറത്ത് ഫോട്ടോസ് നോക്കുന്ന സമയത്ത് ഇതിന്റെ മുൻപും പിൻപും ഉള്ള ഫോട്ടോസ് എല്ലാം അതിനകത്ത് വ്യക്തമായിട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും ഇവിടെ നിന്ന് ഇത്രയും പൊക്കത്തിൽ മൃതദേഹങ്ങളെ താഴേക്ക് കെട്ടിയിറക്കുകയാണ്. പക്ഷെ ഇതിന്റെ ഏറ്റവും രസമുള്ള ഒരു കാര്യം, ഇവിടെ നിന്ന് ഇങ്ങനെ വളഞ്ഞ് 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 താഴെ വരെ നമുക്ക് ഇതിൻ്റെ ഒരു പാതയുണ്ട് എന്നുള്ളതാണ് ഇതിനെ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആക്കുന്ന ഒരു പ്രധാനപ്പെട്ട. ഇതൊക്കെ ഡെഡ് ബോഡീസിനെ മമ്മീസ് ആക്കിയിട്ട് സൂക്ഷിച്ചു വെക്കുന്ന ഓരോരോ കല്ലറകളാണ്. ഈ കല്ലറകളുടെ സൈസ് എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ, ഭയങ്കര സൈസാണിത്. കാരണം അവർക്ക് ഈ കല്ലറകളിലെ ഡെഡ് ബോഡികൾ മാത്രമല്ലല്ലോ, അതിനകത്ത് അവർക്ക് ആവശ്യമുള്ള പല വസ്തുക്കളും, ഭക്ഷണം കഴിക്കാനുള്ളതും വൈനും ഇങ്ങനെയുള്ള എല്ലാം അതിനകത്ത് കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ഓരോ ബോക്സുകൾ എന്ന് പറഞ്ഞാൽ വളരെ ബിഗ് സൈസാണ്. ഇത് നമ്മൾ ഈ ഒരു കിണറിൻ്റെ അകത്തോട്ട് ഇറങ്ങുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് കേട്ടോ ഇതെല്ലാം. പുറത്തുനിന്ന് നോക്കിയാൽ വെറുതെ ഒരു കിണർ മാത്രമേ കാണുന്നുള്ളൂ. ഇത് നമ്മൾ കണ്ടാലും കണ്ടാലും മതിയാവില്ല, അത്രയധികം നിലകളുണ്ട് ഇതിനകത്ത്. പിന്നെ ഈ കാണുന്നത് ഒരു സ്കെൽട്ടൻസ് ആണ്. ഈ സ്കെൽട്ടൻസിൻ്റെ സൈസ് തന്നെ നോക്കിയാൽ സാധാരണ നമ്മളുടെ മനുഷ്യരുടെ സൈസൊന്നും അല്ല. ഈ സ്കെൽട്ടൻസിൻ്റെ സൈസ് വളരെ ബിഗ് സൈസാണ്. എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ ഒരു പക്ഷേ ഈ കല്ലറകളെല്ലാം ഇത്ര ബിഗ് സൈസ് ആയിരിക്കുന്നത്. ഇത് എത്ര കണ്ടാലും ഇത് തീരത്തില്ല. നിങ്ങൾ വിചാരിക്കും നമ്മൾ ഈ ഷൂട്ട് ചെയ്തിരിക്കുന്നതാണ് നമ്മളവിടെ കണ്ടതെന്ന്. ഒന്നുമല്ല കേട്ടോ, അതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ നിങ്ങളിത് കാണുന്നുള്ളൂ. മാത്രമല്ല ഇത് പണിത് വെച്ചിരിക്കുകയല്ല, ഇത് അടിയിലെ മണ്ണിൻ്റെ അടിഭാഗത്ത് കാർവ് ചെയ്ത് എടുത്തിരിക്കുകയാണിത്. ഇത് കണ്ടോ ഈ കിണർ. ഈ കിണറിൻ്റെ അടിഭാഗത്തേക്ക് ഇങ്ങനെ ഡെഡ് ബോഡി ഇറക്കിയിട്ട് ഇതിങ്ങനെ താഴെ കാണാം. ഇതേ ഒരു ഹോള് കണ്ടോ, ഈ ഹോളിലൂടെയാണ് ആ ഡെഡ് ബോഡി അപ്പുറത്തോട്ട് കടത്തുന്നത്. അതിനുശേഷമാണ് ആ ഡെഡ് ബോഡി മുകളിൽ കാണുന്ന പോലെയുള്ള ആ ഓരോ അറകളിലേക്ക് അടുക്കി വെക്കും. നമ്മൾ
നമ്മളൊക്കെ ചിന്തിക്കുന്നതിനൊക്കെ എത്രയോ മുകളിലാണ് അവർ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇതൊക്കെ നിർമ്മിച്ചിട്ടുള്ളത്. പുറമേ കാണുമ്പോൾ ജസ്റ്റ് ഒരു ചെറിയ കിണർ മാത്രമാണ്. ഇതൊരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഈജിപ്തിലല്ലാതെ ലോകത്തിൻ്റെ ഒരു ഭാഗത്തും ഇത് കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അങ്ങനെ കിണറിൻ്റെ അടിയിലെ ആ വലിയ ഭൂഗർഭ അറയിൽ നിന്നും നമ്മളിതാ പുറത്തെത്തിയിരിക്കുകയാണ്. ഇത് 5 സ്റ്റാർ ഹോട്ടലല്ല കേട്ടോ. പെട്ടെന്ന് കാണുമ്പോൾ അങ്ങനെ തോന്നും. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ബോട്ട് ജെട്ടിയാണ്. ബോട്ട് ജെട്ടി എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ, ഒരു ക്രൂസ്. ആ ക്രൂസിലേക്ക് പോകുന്ന ഒരു ജെട്ടി. അതായത് നമ്മുടെയൊക്കെ ബോട്ട് ജെട്ടിയുടെ ഒരു അപ്ഗ്രേഡ് ചെയ്ത ഒരു വെർഷൻ. ശരിക്കും പറഞ്ഞാൽ WMFൻ്റെ എല്ലാ അംഗങ്ങളും, ഈജിപ്തിലുള്ള എല്ലാ അംഗങ്ങളും ശരിക്കും അടിച്ച് പൊളിച്ച ദിവസമായിരുന്നു ഇന്ന്. ഒരാളും അവരുടെ പൊസിഷൻസ് ഒന്നും നോക്കിയില്ല. എല്ലാവരും തകർത്തു. അംഗങ്ങളുടെ മക്കൾസ് എല്ലാം കൂടെ ചേർന്ന് അടിച്ച് പൊളിച്ച ഒരു ദിവസമായിരുന്നു അന്ന്.